ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. ദശാംശ സംഖ്യകൾ. ദശാംശ സംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം. നമുക്കൊരു ചെറിയ ദശാംശ സംഖ്യയിൽ നിന്ന് തുടങ്ങാം. 0.5. ഈ 0.5 എങ്ങനെ കിട്ടുന്നത്? 0.5 നമ്മൾ 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.5 കിട്ടുന്നത്. ഇത് പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനം മാത്രമുള്ള സംഖ്യയാണ്. ഇനി 2 സ്ഥാനം വരണമെങ്കിലോ നമ്മൾ 5നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0.05 കിട്ടും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ എത്ര സ്ഥാനം വന്നു? പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം വന്നു അല്ലേ. ഇനി 5നെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.005. ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര സ്ഥാനം വന്നു? പോയിൻറ്റിന് ശേഷം 3 സ്ഥാനം വന്നു അല്ലേ. ഇത് കൂടുന്ന അനുസരിച്ച് ഇവിടുത്തെ സ്ഥാനങ്ങളും പോയിൻറ്റിന് ശേഷമുള്ള സ്ഥാനങ്ങളും കൂടി വരും. ഇനി ദശാംശ സംഖ്യകൾ കൂട്ടി നോക്കാം. 0.5 പ്ലസ് 0.3. ഒറ്റ സ്ഥാനം മാത്രമുള്ള ദശാംശ സംഖ്യകൾ നമുക്ക് ആദ്യം കൂട്ടാം. 0.5 പ്ലസ് 0.3. ഈ ദശാംശ സംഖ്യകൾ ഒരുപോലെ വരുന്ന രീതിയിൽ താഴെ എഴുതി വേണം കൂട്ടാൻ. എത്ര കിട്ടി? 0.8. ഇനി നമുക്ക് 2 സ്ഥാനം, പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുള്ള സംഖ്യകൾ നമ്മൾ കൂട്ടി നോക്കാം. 0.55 പ്ലസ് 0.33. നമുക്ക് എത്ര കിട്ടും? 0.88. 0.6 പ്ലസ് 0.5 എത്രയാണ് കിട്ടുന്നത് നോക്കാം. 5 11, ബാക്കി 1. ഇവിടെ 0 പ്ലസ് 0 0. ഇവിടെ എത്രയുണ്ട്? ബാക്കി 1 ഉണ്ട്. അതിവിടെ എടുത്ത് എഴുതുക. എത്ര സ്ഥാനമുള്ളൂ? പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനം. ഉത്തരം 1.1. പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുള്ള സംഖ്യയും പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമുള്ള സംഖ്യയും തമ്മിൽ കൂട്ടാം. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, ഇവിടെ 2 സ്ഥാനമുണ്ട് എന്ന് കരുതി ഇവിടെയുള്ള പോയിൻ്റ് ഇങ്ങോട്ടിട്ടിട്ട് കൂട്ടാൻ പാടില്ല. പോയിൻറ്റുകൾ തമ്മിൽ താഴെ വരുന്ന രീതിയിൽ തന്നെ കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇവിടെ താഴെ 5ന് താഴെ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 0 കൊടുക്കാം. അതുകൊണ്ട് ഈ സംഖ്യ മാറിപ്പോകുന്നില്ല. നമുക്ക് നേരെ 5 പ്ലസ് 0. 5 പ്ലസ് 0 എത്ര കിട്ടുക? 5. 5 3 8. 0.85. കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. 3.05 പ്ലസ് 3.12. 5 2 7, 0 1 കൂടെ കൂട്ടിയാൽ 1.33 കൂട്ടിയാൽ 6, 6.17 കിട്ടി. ഇനി ഇവ തമ്മിൽ കൂട്ടി നോക്കാം. ഇതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒന്നുമില്ല, അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 1 2 4 കൂട്ടി 6, 6 3 കൂട്ടി 9, 5 2 7, 7.961. ദശാംശ സംഖ്യകൾ കൂട്ടാൻ പഠിച്ചില്ലേ? ഇനി ദശാംശ സംഖ്യകൾ എങ്ങനെ കുറക്കാമെന്ന് നോക്കാം. 0.4 മൈനസ് 0.2 എത്ര കിട്ടും? 4 2 കുറച്ച് എത്ര കിട്ടും?
2 പോയിൻറ്റ് 2. ഇത് പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമുള്ള സംഖ്യകൾ തമ്മിൽ കുറക്കുമ്പോൾ. ഇനി 2 സ്ഥാനമുള്ള സംഖ്യകൾ തമ്മിൽ കുറക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. 0.55 മൈനസ് 0.22 എത്ര കിട്ടും? നമുക്ക് 0.33 കിട്ടും. ഇനി 2 വ്യത്യസ്ത സ്ഥാനത്തുള്ള സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കാം. 0.63 മൈനസ് 0.2. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് മുന്നേ? ഇവിടെ സ്ഥാനത്ത് ഇവിടെ ഒന്നുമില്ല, നമുക്ക് 0 ചേർക്കാം. 3 0 കുറച്ച 3 തന്നെ. 6 2 കുറച്ച് എത്ര കിട്ടും? 4. 0.43 എന്ന് കിട്ടും. ദശാംശ സംഖ്യകൾ കുറക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടെ ചെയ്ത് നോക്കാം. 4.65 മൈനസ് 2.32 എത്ര കിട്ടുക? 5 2 കുറച്ചാൽ 3, 6 3 കുറച്ചാൽ 3, 4 2 കുറച്ചാൽ 2, 2.33 എന്ന് കിട്ടും. ഇനി 7.02 മൈനസ് 3 നോർമൽ സംഖ്യയാണ്. അതിനുശേഷം 3.00 എന്നിട്ട് കൊടുക്കുക. 2 0 കുറച്ചാൽ 2, 0 0 കുറച്ചാൽ 0 തന്നെ. 7 3 കുറച്ചാൽ 4. അടുത്തത് 5.412 മൈനസ് 2.81. 2 0 കുറച്ചാൽ 2 തന്നെ. 1 1 കുറച്ചാൽ 0. 4 8 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് കടെടുക്കും. കടെടുക്കുമ്പോൾ ഇവിടെ എത്രയാവും? 14 ആവും. 14 8 കുറച്ചാൽ 6. അപ്പോൾ ഇവിടെ എത്രയില്ലേ? ഇവിടെ 4 ഇല്ലോ. ഒന്നിങ്ങോട്ട് കൊടുത്തതുകൊണ്ട് ഇവിടെ 4 ഇല്ല. 4 2 കുറച്ചാൽ 2. 2.602. സംഖ്യകൾ കൂട്ടുന്നതും കുറക്കുന്നതും മനസ്സിലായല്ലോ. ഇനി ഗുണനം എങ്ങനെയാണെന്ന് നോക്കാം. 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ സാധാരണ സംഖ്യകൾ എങ്ങനെയാണോ ഗുണിക്കുന്നത് അതുപോലെ ഗുണിച്ചതിന് ശേഷം പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ 0.2 × 2 ആണ് ഉള്ളത്. അപ്പോൾ ദശാംശ സ്ഥാനം മാറ്റിയിട്ട് നോർമൽ സംഖ്യയാക്കുമ്പോൾ ഇവിടെ എന്തായി? 2 × 2 എത്രയാണ്? 4. 2 × 2 4 എന്ന് കിട്ടി. ഇവിടെ എത്ര സ്ഥാനമുള്ളത് ചോദ്യത്തിൽ? ഒരു സ്ഥാനമേ ഉള്ളൂ അല്ലേ? ഇത് നോർമൽ സംഖ്യ ആയതുകൊണ്ട് ഇവിടെ പോയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ ചോദ്യത്തിൽ ഒറ്റ സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഉത്തരത്തിലും ഒറ്റൊരു സ്ഥാനമേ വേണ്ടു. അപ്പോൾ 0.4 നോക്കാം. 0.3 × 0.4 4 12. 12. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗുണനത്തിൻ്റെ കേസിൽ പോയിൻ്റ് മാറ്റിയിട്ട് എത്രയാണോ സംഖ്യകളിൽ അവ സാധാരണ സംഖ്യകൾ ഗുണിക്കുന്നത് പോലെ ഗുണിച്ചാൽ മതി. 3 4 12 എന്ന് കിട്ടി. ഇവിടെ ചോദ്യത്തിൽ എത്ര സ്ഥാനങ്ങളുണ്ട്? 1 2 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പോയിൻ്റ് വരുക 0.12 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.2 × 1.1. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് പോയിൻ്റ് മാറ്റുമ്പോൾ എത്ര വരും? 22 × 11 എന്ന് വരും. ഉത്തരം 242. ഇവിടെ ചോദ്യത്തിൽ എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞേ? ചോദ്യത്തിൽ 1 2 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വരും 1 2. ഇവിടെ വരും 2.42 എന്ന് ആൻസർ കിട്ടും. ഇനി വേറൊരു സംഖ്യയും കൂടെ ഗുണിച്ച് നോക്കാം. 3.25 × 0.2. അപ്പോൾ എങ്ങനെ വരും?
325 ഇൻറ്റു 2 എന്ന് വരും. ഉത്തരം എത്ര കിട്ടും? ഉത്തരം 650. ചോദ്യത്തിൽ എത്ര സ്ഥാനങ്ങളുണ്ട്? പോയിന്റിന് ശേഷം ഇവിടെ 1, 2, 3 മൊത്തം 3 സ്ഥാനങ്ങളുണ്ട് ചോദ്യത്തിൽ. അപ്പോൾ ഉത്തരത്തിൽ എത്ര സ്ഥാനം വരണം? 3 സ്ഥാനം വരണം. അപ്പോൾ ഇവിടെ 0.650 ഉത്തരം കിട്ടും. മനസ്സിലായോ? ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഹരണം എങ്ങനെയാണെന്ന് നോക്കാം. 0.24 ഡിവൈഡഡ് ബൈ 0.004. പോയിന്റിന് ശേഷം ഇവിടെ എത്ര സ്ഥാനമുണ്ട് മുകളിൽ? പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങളുണ്ട് മുകളിൽ. താഴെയോ? താഴെ പോയിന്റിന് ശേഷം 3 സ്ഥാനം. അപ്പോൾ ഇത് നോർമൽ സംഖ്യയാക്കി മാറ്റാൻ എന്ത് വേണം? നമുക്ക് 0.24 നോർമൽ സംഖ്യ ആക്കി മാറ്റാൻ എന്ത് വേണം? 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24. ഇനി താഴെ എത്ര സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 3 സ്ഥാനമുണ്ട്. അതിനെ നോർമൽ സംഖ്യയിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? 0.004. അപ്പോൾ എത്രേനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1000 ഇൻറ്റു ചെയ്യുമ്പോൾ 4 കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉള്ളത് കൊണ്ടാണ് 100 കൊണ്ട് ഗുണിക്കുന്നത് നോർമൽ സംഖ്യ. ഇവിടെ താഴെയോ? അവിടെ 3 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എത്രേനെ കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിച്ചാൽ നോർമൽ സംഖ്യയായ 4 കിട്ടും. ഇനി ഇവിടെ 4 സ്ഥാനമാണ് ഉള്ളതെങ്കിൽ എത്ര ഇൻറ്റു ചെയ്യണം? 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ എത്രയാണോ സ്ഥാനം ഉള്ളത് അത്രയും പൂജ്യങ്ങൾ ഇപ്പുറം ഇൻറ്റു ചെയ്യാൻ ചേർക്കണം. ഇവിടെ താഴെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനങ്ങളാണുള്ളത്? 3 സ്ഥാനങ്ങൾ. മുകളിൽ 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എത്രയിനം കൊണ്ട് ഇൻറ്റു ചെയ്യണം? താഴെയും മുകളിലും ഒരേപോലെയുള്ള സംഖ്യകൾ കൊണ്ട് ഇൻറ്റു ചെയ്യണം. മുകളിൽ 2 സ്ഥാനമാണ് ഉള്ളത് എന്ന് വിചാരിച്ച് മുകളിൽ 100 കൊണ്ടും താഴെ 1000 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. താഴെ എത്രയാണോ ഇൻറ്റു ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കണം മുകളിലും ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് താഴത്തെ 3 സ്ഥാനം ഉള്ളതുകൊണ്ട് അത് നോർമൽ സംഖ്യ ആക്കണമെങ്കിൽ എത്രേനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിലും എത്ര കൊണ്ട് തന്നെ ചെയ്യണം? 1000 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? മുകളിൽ 240 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ താഴെ 4 എന്ന്. താഴെ 3 സ്ഥാനം ഉണ്ട്, മുകളിൽ 2 സ്ഥാനം മാത്രമേ ഉള്ളൂ. താഴെ 3 സ്ഥാനത്തിന് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 കിട്ടി. മുകളിൽ 2 സ്ഥാനമേ ഉള്ളൂ. ഇവിടെ 2 സ്ഥാനം 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ തന്നെ അവിടെ നോർമൽ സംഖ്യ ആയി. പിന്നെ ഒരു 10 കൂടി ഉണ്ട്. ആ 10 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 240. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? ഉത്തരം നമുക്ക് 60 എന്ന് കിട്ടി. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1.2 ഇൻറ്റു 3.6 ഡിവൈഡഡ് ബൈ 0.006 ഇൻറ്റു 0.4. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവയെല്ലാം നോർമൽ സംഖ്യയാക്കി മാറ്റണം. അപ്പോൾ മുകളിൽ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക, താഴെ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. മുകളിൽ എത്ര സ്ഥാനമുണ്ട്? 1, 2. ഇവിടെ മുകളിൽ 2 സ്ഥാനം. പിന്നെ താഴെ എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4. താഴെ 4 സ്ഥാനവും മുകളിൽ 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് നോർമൽ സംഖ്യ ആക്കി മാറ്റാൻ താഴെ
എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? നോർമൽ സംഖ്യ 10,000 ഇൻറ്റു ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 1000 പിന്നെ ഒരു 10, മൊത്തം 10,000 വന്നാൽ മാത്രമേ ഇവിടെ 4 സ്ഥാനമുള്ളത് കൊണ്ട് നമുക്കത് നോർമൽ സംഖ്യയിലേക്ക് മാറ്റാൻ പറ്റും. താഴെ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ എത്ര കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? 10,000 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. നമുക്കെന്ത് കിട്ടും? 12 × 36. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 സ്ഥാനമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥാനം കഴിച്ചാൽ 100 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? ഇവിടെ 100 കൂടി ഉണ്ടല്ലേ. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 6 × 4. 4 12 3 പ്രാവശ്യം പോയി, 6 36, 6 പ്രാവശ്യം. 3 × 6 18. ഇവിടെ ഒരു 100 കൂടി ഉണ്ട്. അപ്പോൾ എത്ര കിട്ടി? 1800 ആൻസർ കിട്ടി. മനസ്സിലായോ? 2.1 × 0.81 ഡിവൈഡഡ് ബൈ 0.9 × 0.7. ഇനി മുകളിൽ എത്ര സ്ഥാനമുണ്ട് നോക്കൂ? പോയിൻറ്റിന് ശേഷം 1 2 3 3 സ്ഥാനമുണ്ട് അല്ലേ. താഴെയോ? താഴെ 1 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ മുകളിലാണ് കൂടുതൽ സ്ഥാനങ്ങൾ. 3 സ്ഥാനം മുകളിലുണ്ട്, താഴെ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? മുകളിൽ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നാൽ മാത്രമേ മുകളിൽ നോർമൽ സംഖ്യ ആകുള്ളൂ. അപ്പോൾ മുകളിൽ 1000 കൊണ്ട് ചെയ്യുമ്പം താഴെയും 1000 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. നമുക്ക് എത്ര കിട്ടും? 21 × 81 ഡിവൈഡഡ് ബൈ 9 × 7. ഇവിടെ എത്ര സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ 2 സ്ഥാനം. ഇവിടെ നമുക്ക് 100 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് തന്നെ ഇവിടെ നോർമൽ സംഖ്യകളാവും. ബാക്കി ഇവിടെ എത്രയുണ്ട്? 10 ഉണ്ടല്ലേ. 10 ഇവിടെ എഴുതും. എത്ര കിട്ടി? 9 9 തവണ പോവും, 7 3 തവണ പോവും. നമുക്ക് എത്ര കിട്ടി? 27 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയുണ്ട്? 10 ബാക്കിയുണ്ട് അല്ലേ. 10. 27 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.7. ഉത്തരം എത്രയാണ്? 2.7. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ദശാംശ സംഖ്യകൾ കൂട്ടാൻ പഠിച്ചു, കുറക്കാൻ പഠിച്ചു, ഗുണിക്കാനും ഹരിക്കാനും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായില്ലേ?